ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല ഇങ്ങനത്തെ എങ്ങനെയാണ് ഇത് ചെയ്ത് ഫലിപ്പിച്ചില്ല. അതായത് ഇപ്പൊ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ ബ്ലൈൻഡ് അല്ല എന്ന് ഏതെങ്കിലും ഒരു സീനിൽ ഒരു ഷോട്ടിലോ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ തോന്നരുത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്ക് അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ജിത്തു സാറും എനിക്ക് അത്രയും സപ്പോർട്ട് തന്നൊരു നല്ലൊരു ടീച്ചറായിട്ട് എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് എനിക്ക് ആ ടെൻഷനിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞ് സാർ ഓക്കെ ആണോ സാർ ഓക്കെ ആണ് സെറ്റ് ആണ് അത് ഓക്കെ നമുക്കത് ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സാറിന് എടുക്കുന്ന ഒരു ഓക്കെ കിട്ടിയ സമയത്ത് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയി. പിന്നെ ഓരോ സീനും കഴിയുന്ന സമയത്ത് എന്നിലുള്ള ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിലെ ആക്ടറെ വളർത്താൻ പറ്റിയ എനിക്ക് ആ സെറ്റ് വെച്ചാൽ ഭയങ്കര സ്കൂളായിരുന്നു. ആക്ടേഴ്സ് ആയാലും ഡയറക്ടർ ആയാലും എല്ലാവരുടെയും കൂടെ വർക്ക് ഒരു സ്കൂളായിരുന്നു. എന്നിൽ ആക്ടറെ കുറച്ചും കൂടി വളർത്തിയെടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് നേരായിരുന്നു. അനശ്വരയുടെ ഒരു കുട്ടിത്തമാണ് അല്ലെ, നമ്മളെ കാണുന്ന ഒരു കുട്ടിത്തമുള്ള നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ മോൾ, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മോൾ, ഇങ്ങനെയാണ് അനശ്വരയെ കാണുന്നത്. പക്ഷെ അതിലും വലിയ മെച്യൂറായ ഒരു ക്യാരക്ടറാണ് ഇതിലേക്ക് വന്നു ചേർന്നത് അല്ലെ. അത് നമ്മൾ ഒത്തിരി പേര് ചെയ്തു വെച്ചിട്ടുണ്ട്. പല ക്യാരക്ടർ വലിയ വലിയ ആക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. അനശ്വരയെ ഈ ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം തോന്നിയ ഒരു സംഭവമുണ്ട്, ഇത് എന്നിൽ ഏൽപ്പിച്ചു ഇത്രയും വലിയ ക്യാരക്ടർ. അപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യം എന്തായിരിക്കും? സാർ എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് ഇതാണ് സ്റ്റോറി, ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭയങ്കര ഹുക്കായൊരു കാരണം ഭയങ്കര സ്പേസ് ആണ് എനിക്ക് പെർഫോം ചെയ്യാൻ എന്ന് എനിക്ക് മനസ്സിലായി. എന്നിലെ ആക്ടിങ്ങില് ഭയങ്കര സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാൻ. അപ്പം അത് സാർ ധൈര്യത്തോടെ എന്നെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിന് തോന്നി എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതിലെന്നെ പിക്ക് ചെയ്തു. പിന്നെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഇത്രയും റിസ്ക് ഉള്ള ഒരു ക്യാരക്ടറിന് എന്നെ ചൂസ് ചെയ്തു. അതിപ്പം ചെയ്ത് കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം. ജിത്തു സാർ അതിനെ പിക്ക് ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ആൾക്ക് ആ ഒരു എന്നിൽ അർപ്പിച്ച ഒരു കോൺഫിഡൻസിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ജിത്തു സാറിനോട് തന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുണ്ട്, സാറ് എനിക്ക് തന്നതിന്. ഈ കോർട്ടിലൊക്കെ വെച്ച് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ കുറെ ഉണ്ടല്ലോ. ആദ്യം കാണാൻ വരുന്ന വീട്ടിൽ വന്ന് ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ. ലാലേട്ടൻ ഓരോ സീൻ കഴിയുമ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ് ലാലേട്ടൻ മുമ്പിലാണ് നിൽക്കുന്നത് അല്ലേ. ഞാൻ ലാൽ സാറിന്റെ കൂടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീനിൽ എനിക്ക് വലിയ ഡയലോഗ് വന്നേക്കായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഓരോന്ന്. അപ്പം അതായത് ഡയലോഗ് പോവോ എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡയലോഗ് സ്പീഡ് പറയുമ്പോൾ ലാൽ സാർ പറയും മെല്ലെ പറ, ഡബില് പണി കിട്ടും, മെല്ലെ പറ എന്ന് പറയാറുണ്ട്. ആണെന്ന് വെച്ചാൽ എത്ര വലിയ ഡയലോഗ് ആണെങ്കിലും എന്താണെങ്കിലും അത്രയും സമയം ഭയങ്കര കൂളായിട്ട് നിന്ന് ഭയങ്കര ചിലാലടത്തിന് തമാശയൊക്കെ പറഞ്ഞത് പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് സ്പോട്ടില് മാറുന്ന ഒരാളാണ്. അതായത് നമ്മളെയൊക്കെ ഭയങ്കര ലൈറ്റ് ആക്കി വെച്ചുകൊണ്ട്, അത് സെറ്റിൽ ഇപ്പൊ എല്ലാവരും ആണെങ്കിലും ഭയങ്കര ലൈറ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മളെല്ലാ കോൺവെർസേഷനിലും ഇൻക്ലൂഡ് ചെയ്യിച്ച് ഷോട്ടിന്റെ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ആക്ടറാണ്. അപ്പോ അങ്ങനെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സാറ് പറഞ്ഞതാണ് ഡബിങ്ങിൽ പണി കിട്ടും, സ്പീഡ് കുറയ്ക്കും, നല്ല സ്പീഡ് കുറച്ചാൽ വളരെ നന്നായിരിക്കും എന്നോട് സാറ് പറഞ്ഞത്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.